എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മിരതീഷ്. ഇന്ന് നമ്മൾ തന്തൂരി ചിക്കൻ്റെ ചില്ലി ഗാർലിക് പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ തന്തൂരി ചിക്കൻ ആവശ്യമായി 1 കിലോ ചിക്കൻ ഡ്രം സ്റ്റിക്ക് നമുക്കിതുപോലെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ നാരങ്ങാ നീരും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് മാറിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് മാറ്റിവെക്കാം. അപ്പോഴേക്കും നമുക്ക് തന്തൂരി മസാലയ്ക്ക് ആവശ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ കടുകെണ്ണയിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ വറുത്ത ജീരകം പൊടിച്ചതും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ ചാറ്റ് മസാലയും 2 ടീസ്പൂൺ കസൂരി മേത്തി, 1 കപ്പ് തൈരും 1 ടീസ്പൂൺ ഉപ്പും വേണമെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ റെഡ് കളർ കൂടി ചേർക്കാം. ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് പുരട്ടി വീണ്ടും നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ചില്ലി ഗാർലിക് പൊറോട്ടയ്ക്ക് ആവശ്യമായി 1 കപ്പ് മൈദയും 1 കപ്പ് ആട്ടയും 1/4 കപ്പ് റവയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടേബിൾ സ്പൂൺ എണ്ണയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് പൊറോട്ടയുടെ പരുവത്തിൽ കുഴച്ചെടുത്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും ഇതിൽ സ്റ്റഫ് ചെയ്യാൻ ആവശ്യമായി 50 ഗ്രാം ബട്ടർ പകുതി മെൽറ്റാക്കി ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി ഗ്രേറ്റ് ചെയ്തതും 1/2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു മീഡിയം ഉരുളകളാക്കി ഇതേ രൂപത്തിൽ പരത്തിയെടുക്കും. എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ മിക്സറിൽ നിന്ന് നമുക്ക് 1 ടീസ്പൂൺ ഇതിലേക്ക് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായി പുരട്ടിയതിനു ശേഷം ഇതേ രീതിയിൽ മടക്കിയെടുക്കാം. എല്ലാ ഉരുളകളും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പരത്തി മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ബട്ടറോ എണ്ണയോ അപ്ലൈ ചെയ്യാം.
ഇപ്പം നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് മാറിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കനും സ്കിവർ ചെയ്തെടുക്കാം. ഇതാ ചിക്കൻ എല്ലാം ഞാൻ സ്കിവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല കനലിൽ ചുട്ടെടുക്കാം. ഇപ്പം ഇതിൻ്റെ ഒരു സൈഡൊക്കെ നല്ല കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 90% കുക്കാവുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചിക്കന് നല്ല രുചിയും സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടും. നമ്മുടെ ചിക്കൻ എല്ലാം ഗ്രില്ലായിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ചില്ലി ഗാർലിക് പൊറോട്ടയും ചേർത്ത് സെർവ് ചെയ്യാം. എന്നിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ.